السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين برضا الله أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, വിശുദ്ധമായ റമളാനിലേക്ക് പ്രവേശിക്കാൻ ഇനി 3-4 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. മഹത്തായ റമളാനിലെ 1-ാം രാവ് മുതൽ തന്നെ നാം മനസ്സിലാക്കേണ്ട പല അറിവുകളും, അതുപോലെ നോമ്പിന്റെ ഫർളായ നിയ്യത്ത് ഒരു ദിവസം മറന്നുപോയാൽ നോമ്പ് നഷ്ടപ്പെട്ടു പോകുന്നു, അത് നഷ്ടപ്പെടാതിരിക്കാൻ നാം എന്ത് ചെയ്യണം എന്ന് തുടങ്ങിയ നല്ല നല്ല അറിവുകൾ ഉൾക്കൊള്ളുന്ന വീഡിയോകൾ ഇൻഷാ അല്ലാഹ് നാളെ മുതൽ അപ്ലോഡ് ചെയ്യുന്നതാണെന്നും എല്ലാവരും അത് കാണണമെന്നും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്ന് വളരെ മഹത്തായ 2 ആയത്തുകളെ സംബന്ധിച്ച് പറയാൻ ഉദ്ദേശിക്കുകയാണ്. ആത്മീയമായ അറിവുകളും നന്മകളും വർദ്ധിപ്പിക്കാനുതകുന്നതും ലോക നേതാവ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ ഉൾക്കൊള്ളുന്നതുമായ 2 ആയത്തുകളാണത്. ഈ 2 ആയത്തുകൾ എല്ലാ ദിവസവും എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും 7 തവണ പാരായണം ചെയ്യുന്നത് പതിവാക്കുന്നവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ മഹത്തായ സ്ഥാനം ലഭിക്കുന്നതും ജീവിതത്തിൽ അവർ ഉദ്ദേശിക്കുന്ന ഹലാലായ ഏത് ആവശ്യങ്ങളും അള്ളാഹു തആല നിറവേറ്റി കൊടുക്കുകയും അവനിക്ക് ഉണ്ടാകുന്ന എല്ലാ വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹു തആല നീക്കിക്കൊടുക്കുകയും ചെയ്യുന്നതാണ്. 41 ദിവസം ഈ 2 ആയത്ത് പതിവാക്കുന്ന ആൾക്ക് അത്ഭുതകരമായ പല നേട്ടങ്ങളും കൈവരുന്നു എന്ന് മാത്രമല്ല, ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മരിക്കുന്നതിന് മുമ്പ് സ്വപ്നത്തിൽ ദർശിക്കാനുള്ള ഭാഗ്യം ലഭിക്കുന്നു. നാളെ പാരത്രിക ലോകത്ത് ചെല്ലുമ്പോൾ മറ്റാരും തന്നെ ശഫാഅത്ത് ചെയ്യാനില്ലാത്ത ആ സമയത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കാൻ ഈ ആയത്ത് കാരണമാവുന്നു. ഈ 2 ആയത്തുകൾ സുബ്ഹിക്ക് ശേഷവും അസ്റിന് ശേഷവും 3 വട്ടം വീതം ഒരാൾ പതിവാക്കുകയാണെങ്കിൽ അത് പാരായണം ചെയ്യുന്ന ദിവസങ്ങളിൽ ഒന്നും തന്നെ അവനിക്ക് പെട്ടെന്നുള്ള മരണമോ അപകട മരണമോ എത്താതെ അല്ലാഹു തആല അവനെ സംരക്ഷിക്കുന്നതും ആണ്. അത്രയും മഹത്വമുള്ള ഈ 2 ആയത്ത് ഒരു ദിവസം ഒരു വഖത്തിൽ 1 വട്ടമെങ്കിലും നാം ഓതാൻ തയ്യാറാവണം. ഈ പറഞ്ഞ കണക്കനുസരിച്ച് ഓതിയാൽ ഈ രൂപത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ നമുക്ക് സാധിക്കും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ ആയത്ത് ഏതാണെന്ന് പറയുന്നു. സൂറത്തു തൗബയിലെ അവസാന ഭാഗം നാം കാണുന്ന 2 ആയത്തുകളാണത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. ഈ മനോഹരമായ 2 ആയത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് മുതൽ എല്ലാ സമയത്തും പതിവാക്കിക്കൊണ്ട് നാം കൊണ്ടുവരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല നമ്മെയും നമുക്ക് ബന്ധപ്പെട്ടവരെയും അപകട മരണങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങൾ തന്ന് അല്ലാഹു നമ്മെയും ബന്ധപ്പെട്ടവരെയും പരീക്ഷിക്കാതിരിക്കട്ടെ. നമ്മുടെ ജോലിയിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമ്പത്തിലും എല്ലാം അല്ലാഹു തആല ബറക്കത്ത് ഏറ്റിത്തരുമാറാവട്ടെ. വിശുദ്ധ റമളാനിനെ വേണ്ടുവോളം നല്ല നിലയിൽ സ്വാഗതം ചെയ്യാനുള്ള ഭാഗ്യം നമുക്കും ബന്ധപ്പെട്ടവർക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.